ഹലോ, നമസ്കാരം. എല്ലാവർക്കും കുക്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഷവർമ ഇഷ്ടമുള്ളവർക്ക് പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ഷവർമ ബ്രെഡ് പോക്കറ്റ്സ് ആണ്. ഇതിന് നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. മാവ് പരത്തി കുഴച്ച് കുബൂസ് ഒന്നും ചുട്ടെടുക്കേണ്ട. ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇത് തയ്യാറാക്കിയെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഷവർമ പോക്കറ്റ്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ പോക്കറ്റ്സ് തയ്യാറാക്കിയെടുക്കാം. അതിന് ബ്രെഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതുപോലത്തെ 2 സ്ലൈസ് ബ്രെഡാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. എന്നിട്ട് ഈ 2 സ്ലൈസും കൂടി ഒന്നിച്ച് വെച്ചിട്ട് അതിലേക്ക് ഒരു കുക്കി കട്ടറോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ബോട്ടിലിൻ്റെ അടപ്പോ കൊണ്ട് നല്ലപോലെ മുകളിൽ നിന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ പ്രസ് ചെയ്യുന്ന ആ ഒരു ഫോഴ്സിൽ 2 ബ്രെഡും കൂടി ഒട്ടി നല്ലപോലെ സൈഡ്സൊക്കെ സീലാക്കി കിട്ടും. പിന്നെ ബ്രെഡ് എടുക്കുമ്പോൾ എപ്പോഴും സാൻഡ്വിച്ച് ബ്രെഡ് എടുക്കുന്നതാണ് നല്ലത്. കാരണം അപ്പോൾ ആകുമ്പോഴത്തേക്ക് അത് എല്ലായിടത്തും ഒരേ പോലെ ഫ്ലാറ്റ് ആയിരിക്കും, അല്ലാതെ ഇറഗുലാരിറ്റീസ് കണ്ടില്ല. ഇതുപോലെ എല്ലാ പോക്കറ്റ്സും തയ്യാറാക്കിയെടുക്കണം. പിന്നെ നമുക്ക് 2 ബ്രെഡിൽ നിന്ന് 1 പോക്കറ്റാണ് കിട്ടുന്നത്. പക്ഷേ നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. പിന്നെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒരു ബ്രെഡ് വെച്ച് തന്നെ പോക്കറ്റ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ അത് അത്ര എല്ലാ ബ്രെഡും വെച്ച് പറ്റാറില്ല, എല്ലാവർക്കും പറ്റാറുമില്ല. ഇനി നമുക്ക് ഷവർമയുടെ ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പോളം ഉപ്പും കുരുമുളക് പൊടിയും മാത്രം ഇട്ട് വേവിച്ചിട്ട് ഇങ്ങനെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തേക്കുന്ന ചിക്കനാണ് എടുത്തേക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ആയിട്ട് ഗ്രീൻ കളർ ക്യാപ്സിക്കം, ചെറുതായിട്ട് നുറുക്കിയ ക്യാരറ്റ്, യെല്ലോ കളർ ക്യാപ്സിക്കം, റെഡ് കളർ, അതുപോലെ തന്നെ കുറച്ച് കുക്കുംബർ, ക്യാബേജ് എല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ട് കുത്തി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ ഒരു ചെറിയ സവാളയുടെ പകുതി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. പിന്നെ ടൊമാറ്റോ ആണെങ്കിൽ ഒക്കെ ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുക്കുംബറും അതിൻ്റെ ഉള്ളിൽ കുരുവെല്ലാം മാറ്റിയിട്ടാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചിക്കന് നല്ല ഉപ്പുള്ളത് കൊണ്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1-2 ടേബിൾ സ്പൂണോളം മയണൈസാണ്. ഇത് ഹോം മെയ്ഡ് മയണൈസാണ്. അതുകൊണ്ട് ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ മയണൈസ് ചേർത്ത് കഴിഞ്ഞ് നമ്മളിത് പുറത്ത് വെക്കരുത്, ഫ്രിഡ്ജിൽ തന്നെ നല്ലതുപോലെ റാപ്പ് ചെയ്ത ശേഷം വെക്കണം, അല്ലെങ്കിൽ ഇതൊരു വെള്ളം പോലെ ആയിപ്പോവും. ഇനി നമുക്ക് പോക്കറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട് ഞാൻ. ഒരുപാട് മുട്ടയൊന്നും വേണ്ട, ഒരു മുട്ടയുടെ വെള്ള മതി, മഞ്ഞ ചേർക്കണ്ട. അത് ഞാനിങ്ങനെ ഒരു ബൗളിലേക്ക് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പാൽ, ഒരു 1-2 ടേബിൾ സ്പൂണോളം പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് അടിച്ചെടുക്കുക. പാൽ ചേർക്കുമ്പോൾ നമുക്ക് ഒരുപാട് മുട്ട ചേർക്കണ്ട, പിന്നെ ഒരു ടേസ്റ്റും കൂടി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി പാൽ ചേർത്തത്. ഇനി നമുക്ക് പോക്കറ്റ്സ് ബ്രെഡ് ക്രംസിൽ മുക്കിയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് ഒരു പാത്രത്തിലേക്ക് ഇടുകയാണ്. ഇത് ഗാർലിക് ഫ്ലേവേർഡ് ആയിട്ടുള്ള ബ്രെഡ് ക്രംസ് കടയിൽ നിന്ന് മേടിച്ചാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബ്രെഡ് പോക്കറ്റ്സിന് എടുത്ത് വെച്ചേക്കുന്ന ബ്രെഡ് ഒന്ന് മുരിയിച്ചിട്ട് അത് പൊടിച്ചെടുക്കാവുന്നതുമാണ്. ആ കട്ട് ചെയ്തതിൻ്റെ മിച്ചം ഉണ്ടല്ലോ അത്. അപ്പോൾ അത് ഞാൻ മുട്ടയുടെ വെള്ളയിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലും കൂടി പൊതിഞ്ഞെടുക്കുകയാണ്. അങ്ങനെ ഇതുപോലെ എല്ലാം ചെയ്തെടുത്ത ശേഷം നമുക്കിത് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് ആദ്യത്തെ പോക്കറ്റ് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മാതിരി ഒറ്റ ബ്രെഡ് വെച്ചാണ് നിങ്ങൾ പോക്കറ്റ് തയ്യാറാക്കി നോക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ബ്രെഡ് നല്ലപോലെ ഒന്ന് പരത്താം. അതിന് ശേഷം ഒരു അടപ്പം വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. പക്ഷേ അതെല്ലാ ബ്രെഡും പൊങ്ങി വരാറില്ല കേട്ടോ. ചില ബ്രെഡ് നല്ലപോലെ പൊങ്ങി വരും, ചിലത് വരാറില്ല. അപ്പോൾ ഞാനിത് എല്ലാം ഇങ്ങനെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷം നമുക്ക് എല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഒന്നിച്ചങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. വലിയ പാടൊന്നുമില്ല, എളുപ്പമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും. സാധാരണ നമ്മൾ കുബൂസ് ഉണ്ടാക്കുന്ന മാതിരി കുഴക്കലോ പരത്തലോ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഞാൻ സൺഫ്ലവർ നല്ലപോലെ ചൂടാക്കിയ ശേഷം ആദ്യത്തെ പോക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആയി എടുക്കട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ അത്, കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് ഇങ്ങനെ പുറം ഭാഗം മാത്രം മുരിഞ്ഞാൽ മതി. അതുകൊണ്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് കരിഞ്ഞ് കളറ് മാറിപ്പോവും. അപ്പോൾ ഞാനിതൊന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ബ്രെഡ് നല്ല പോലെ വീർത്ത് കൊമളിച്ച് വരുന്നുണ്ട്. ആ എണ്ണയിലേക്ക് വന്ന വഴിക്ക് തന്നെ നല്ലൊരു ബ്രൗൺ കളർ, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഈ ഒരു പരിമം വരെ നമ്മൾ പോക്കറ്റ്സ് മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. പിന്നെ ഫ്രൈ ചെയ്യാനായിട്ട് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഉപയോഗിച്ച് ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. ഷവർമയ്ക്ക് അത് നല്ലതായിരിക്കില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ എല്ലാ ബ്രെഡ് പോക്കറ്റ്സും ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 4 എണ്ണമാണ് ഉണ്ടാക്കിയത്. 4 ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ട് കണ്ടില്ലേ, നല്ല കൊമ്മള പോലെ അത് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നടുകനെ ഒന്ന്
മുറിച്ചെടുക്കണം. ഒരു കത്തിയോ കത്രികയോ വെച്ചിട്ട് നല്ല മൂർച്ചയുള്ള കത്തിയും കത്രികയോ ഉപയോഗിക്കാം കേട്ടോ, അല്ലെങ്കിൽ ഇതങ്ങ് പരന്നു പോവും. അപ്പോൾ ഇതാ നമ്മളുടെ കണ്ടില്ലേ ആദ്യത്തെ പോക്കറ്റ് കണ്ടില്ലേ നല്ല പോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് മറ്റേതും റെഡിയാക്കി എടുക്കാം. ഇതാ അപ്പോൾ നമുക്ക് 2 ബ്രെഡ് വെച്ചിട്ട് 2 ബ്രെഡ് പോക്കറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതാ ഇതുപോലെ നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് കൊണ്ട് ഇതൊന്ന് സീലായി പോകും. ഇതാ കണ്ടില്ല, ഇതിപ്പോൾ അങ്ങനെ ആയിട്ടില്ല, പക്ഷേ ഇത് കണ്ടില്ല, ഇത് സീലായി പോയിട്ടുണ്ട്. അപ്പോൾ അത് ആ കത്രിക തന്നെ വെച്ച് അങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയിക്കോളും. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരുപാട് ഫില്ലിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല, കുറച്ച് ഫില്ലിങ് മതി. അപ്പോൾ നമ്മൾ വലിയൊരു പാർട്ടിയൊക്കെ നടത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഇത് ഒരുപാട് ഫില്ലിങ് ആവശ്യമില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളുടെ വെജിറ്റബിളിൻ്റെ മിക്സിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഉപ്പ് കുറവായിട്ട് തോന്നിയപ്പോൾ. എന്നിട്ട് അതും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇനി ഒന്നുമില്ല, നമ്മളുടെ ഈ പോക്കറ്റ്സിലേക്ക് ഈ ഫില്ലിങ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അങ്ങോട്ട് കുത്തി നിറയ്ക്കരുത്, അപ്പോൾ നമ്മളുടെ ബ്രെഡിൻ്റെ സീൽ അങ്ങ് പോവും. അതുകൊണ്ട് ഞാൻ കുറേശ്ശെ അതിലേക്ക് നിറച്ച് വെച്ചിട്ട് നല്ല പോലെ ഇങ്ങനെ ഒരു ഫോർക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, അത് പുറത്തേക്കൊന്നും ചാടാതിരിക്കാൻ. അങ്ങനെ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഷവർമ ബ്രെഡ് പോക്കറ്റ്സ്. നമുക്കിത് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ഒപ്പമോ അല്ലെങ്കിൽ വെറുതെ ആണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല എളുപ്പമാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ. മാവ് കുഴച്ചോ പരത്തിയോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബ്രെഡൊക്കെ എല്ലാവരുടെയും വീട്ടിലുള്ള കാര്യമല്ലേ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിൽ കൂടി അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം മതി കേട്ടോ, അല്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും വരുന്ന ദിവസങ്ങളും നല്ലതായിരിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.